మీరు హీరో మెటీరియల్ లా ఉండరు. പ്രദീപ് രംഗനാഥൻ ഒരു ഹീറോ അല്ല. പ്രദീപ് രംഗനാഥൻ ഒരു ജോണറാണ്. ഒരു നായകൻ, ഒരു നായിക. നായകന്റെ തൊട്ടിത്തരം കാരണം രണ്ടുപേരും അനുഭവിക്കുന്നു. പക്ഷെ നായകന്റെ വേദനകൾ മാത്രം ഹൈലൈറ്റ് ചെയ്തൊരു പടം പിടിക്കുന്നു. അതാണ് പ്രദീപ് രംഗനാഥൻ ജോണർ. സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം നേരിടേണ്ടി വരുമ്പോൾ സർപ്രൈസ് ആയിട്ട് ഇതൊക്കെ എനിക്ക് എങ്ങനെ വന്നു എന്ന് ആലോചിച്ച് സെന്റി അടിച്ച് അവസാനം ബായ്സ് എല്ലാം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞൊരു തട്ടിക്കൂട്ട് ക്ലൈമാക്സിലേക്ക് എത്തിക്കുന്നതാണ് പുള്ളിയുടെ ഒരു സ്റ്റൈൽ. ഈ ഡ്യൂഡിന്റെ കഥ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞ ഈ സിനിമയുടെ പേര് ബെസ്റ്റി എന്നായിരുന്നു വേണ്ടത്. പക്ഷെ പുള്ളി തന്നെ അത് ഭയങ്കര മോശമാണെന്ന് പറഞ്ഞുകൊണ്ടും പിന്നെ ഈ പറഞ്ഞ ബെസ്റ്റിക്ക് ഒരു ഹീറോയിസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടും ആ പേരങ്ങ് സെറ്റായില്ല. പടം എഴുതി കഴിഞ്ഞപ്പോൾ ഡയറക്ടർ മനസ്സിലായി പടം ഇച്ചിരി പ്രോബ്ലമാറ്റിക് ആണ്, വോക്ക് ക്രൗഡ് കണ്ടാൽ ചെറിയ പ്രശ്നം ഉണ്ടാകും. പുള്ളി ഒന്നും നോക്കിയില്ല, പെണ്ണെടുത്തു. ഒരു 15 മിനിറ്റ് കൂടുന്നതേരും ഓരോരോ പ്രോഗ്രസീവ് ഡയലോഗുകൾ അങ്ങ് കയറ്റി. പുള്ളി തന്നെ ചെയ്ത വൃത്തികേടുകളും പുള്ളി തന്നെ ചെയ്ത കാര്യങ്ങളൊക്കെ ന്യായീകരിച്ച് ഒരു കിടിലൻ സാധനം. പ്രോഗ്രസീവ് ആണത്രേ, പക്ഷെ തൃശ്ശൂർ പൂരത്തിന് പൂക്കൾ ഇട്ട പോലെ ഉണ്ടായിരുന്നു. അതിൽ ആദ്യമായിട്ട് മമിത ബൈജു കാര്യമായി എന്തോ കാര്യം പറഞ്ഞോടെപ്പോഴേക്കും നായകൻ കയറി പറഞ്ഞു, ആവശ്യമില്ലാത്ത സമയത്ത് ഫെമിനിസം സംസാരിക്കണം. ശരിയാ, ആവശ്യമില്ലാത്ത സമയത്ത് എന്തിനാ ഫെമിനിസം സംസാരിക്കുന്നത്? ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിലെ ട്രാൻസ്ഫോബിക് ജോക്കുകളോ ഹോമോഫോബിക് ജോക്കുകളോ ഒന്നുമില്ല. കാരണം സിനിമ 2.5 മണിക്കൂറേ ഉള്ളൂ. സെക്സിസം കഴിഞ്ഞ് ഇങ്ങോട്ട് എത്താൻ സമയം കിട്ടിയില്ല. പിന്നെ ഡൂഡിന് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്. ആദ്യം പറഞ്ഞ കാര്യങ്ങൾ പിന്നെ പുള്ളി മാറ്റി പറയും. നമ്പർ 1, താലിയാണ് പെണ്ണുങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. ആദ്യം പറയും, പിന്നെ പറയും താലിയല്ല പെണ്ണാണ് ഇമ്പോർട്ടന്റ്. നമ്പർ 2, അബോർഷൻ ഒരു പ്രാക്ടിക്കൽ ഓപ്ഷൻ ആണെന്ന് പറയും. 2 മിനിറ്റ് കഴിഞ്ഞ് അബോർഷൻ ക്രിമിനൽ ആണെന്ന് പറയും. 3, സ്നേഹിക്കുന്ന പെണ്ണിന്റെ കരച്ചിൽ കാണാതിരിക്കാൻ ബായ്സ് എന്തും ചെയ്യുന്നു പറയും. അതേ ബായ് പെണ്ണ് കരയുമ്പോൾ പറയും ഇവളുടെ വെപ്പൺ ഇറക്കിയല്ലോ ഈശ്വര. ഇതൊക്കെ നായകന്റെ ആർക്കായിട്ടാണ് പറയുന്നതെങ്കിലും ഇതൊക്കെ നായകന്റെയും ഡയറക്ടറിന്റെ ഡെലിവറി മാത്രമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഫീമെയിൽ ക്യാരക്ടർ റൈറ്റിംഗ് ഒക്കെ എടുത്തു പറയണം. ഉദാഹരണം പറയാം, മമിത ബൈജുവിന്റെ അച്ഛൻ മമിത ബൈജുവിനെ ഓണർ കിൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ പുള്ളി കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ പ്രശ്നമോ. അതുകൊണ്ട് മമിത ബൈജു രക്ഷപ്പെടാൻ തീരുമാനിച്ചു. ഡൂഡാണ് സഹായിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മമിത ബൈജുവിന് പോകുന്നതിന് മുമ്പ് ഈ ഓണർ കിൽ ചെയ്യാൻ പോകുന്ന അച്ഛനെ അവസാനമായിട്ടൊന്ന് കാണണം, സ്നേഹത്തോട് ബൈ പറയണം. അപ്പാസം. പിന്നെ മമിത ബൈജു രംഗനാഥിന്റെ ഒരു കസിൻസ് കൂടിയാണ് കേട്ടോ, അതും സൂപ്പറാണ്.